എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2026 എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ട് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് നിലവിൽ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ജൂലൈ 15-ാം തീയതി പ്രൊഫഷണൽ അലോട്ട്മെന്റും ജൂലൈ 19-ാം തീയതി മെയിൻ അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെന്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷനും ജൂലൈ 16-ാം തീയതി വരെയാണ്. അപ്പോൾ അതിന്റെ ആർക്കിടെക്ചറിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂലൈ 17-ാം തീയതിയും അതുപോലെ തന്നെ മെയിൻ അലോട്ട്മെന്റ് അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ പ്രൊഫഷണൽ അലോട്ട്മെന്റ് ആണ് ജൂലൈ 17-ാം തീയതി. ജൂലൈ 19-ാം തീയതി വിദ്യാർത്ഥികളുടെ മെയിൻ അലോട്ട്മെന്റും അതുപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടിയവർക്ക് ജൂലൈ 20 മുതൽ 24-ാം തീയതി വരെ അലോട്ട്മെന്റ് കിട്ടിയ കോളേജുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണ എല്ലായിടത്തും അഡ്മിഷന് വേണ്ട പോലെ തന്നെയുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇതിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അതായത് എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളവിടെ ഫീസ് അടച്ച വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിലവിൽ ഓൾറെഡി ഫീസ് അടച്ചതിനാൽ തന്നെ ആ ഒരു കിട്ടിയ ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യുക മാത്രം ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്ന ഏതൊരു വിദ്യാർത്ഥിയും സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതും മറ്റൊരു കോളേജ് കോഴ്സിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ കോളേജ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ നിലവിൽ കിട്ടിയ കോളേജ് കോഴ്സ് മതി എന്നുള്ളവർ യാതൊരു കാരണവശാലും സെക്കൻഡ് അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷൻ നടത്താൻ പാടുള്ളതല്ല. അഥവാ ഓപ്ഷൻ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെയുള്ള ബാക്കിയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഹയർ ഓപ്ഷനുകളും നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റേതെങ്കിലും ഓപ്ഷനിലേക്ക് പരിഗണിക്കുന്നതും പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസ്പെക്ടസ് പരിശോധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പോസ്റ്റ് അലോട്ട്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതേപോലെ ആ ഒരു പോസ്റ്റ് അലോട്ട്മെന്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതായത് ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയ ശേഷം അഡ്മിഷന് വേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെന്റ് അതായത് റിപ്പോർട്ടിംഗ് അറ്റ് ദ കോളേജ് കാൻഡിഡേറ്റ് ഹു ഗെറ്റ് അലോട്ട്മെന്റ് വിൽ ഹാവ് ടു റിപ്പോർട്ട് ബിഫോർ ദ പ്രിൻസിപ്പൽ ഓർ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺഡ് ഫോർ അഡ്മിഷൻ ഓൺ ദ ഡേറ്റഡ് നോട്ടിഫൈഡ് വിത്ത് ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് എടുക്കേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കാം. SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് മതി. അതുപോലെ തന്നെ അടുത്തത് നിങ്ങളുടെ TC അതായത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും, അത് നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് ഏറ്റവും അവസാനം പഠിച്ചത് അവിടെ നിന്നുള്ള TCയും, അതുപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി ഓർ ഇക്വലന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് നിലവിൽ ഓൾറെഡി വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലസ് ടുവിൻ്റെ ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് അതാണ് മാർക്ക് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ് സീക്കിംഗ് അഡ്മിഷൻ ടു BTech കോഴ്സ് അണ്ടർ KTU who have passed a qualifying examination from the examination board recognized by the Association of the Indian Universities AIU need not to produce equivalency certificate. അതായത് ഇതിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗീകരിച്ചിട്ടുള്ള ഏത് ഹയർ സെക്കൻഡറി ക്വാളിഫയിങ് എക്സാമിനേഷൻ ആയിരുന്നാലും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം എനി യൂണിവേഴ്സിറ്റി. അത് ആർക്കൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ഇൻ കേരള ഇൻ ദ കേസ് ഓഫ് candidate who have passed a qualifying examination other than higher secondary examination or vocational higher secondary examination conducted by Government of Kerala or examination conducted by CBSE or CISE. അതായത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം എനി യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ അതായത് ഈ ഒരു നിങ്ങളുടെ പ്ലസ് ടു യോഗ്യത നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ പോസിബിൾ ആണ്. അതായത് ആ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ പഠിച്ച ആ ഒരു കോഴ്സ് ഇതിന് എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി നൽകുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാവർക്കും ആവശ്യമില്ല. അത് ഒരു കേരളത്തിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി CBSE CISE എന്നിങ്ങനെയുള്ള ഇത്രയും ബോർഡുകളിൽ പഠിച്ചവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് ഇനി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി പ്ലസ് ടു കഴിയുന്ന സമയത്ത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻ ദ റെലവൻറ്റ് ഫോമാറ്റ്
ഗിവൺ ഇൻ അനക്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസ്പെക്ടസിലെ ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഈ ഒരു അനക്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് എയിലോ ബിയിലോ ആയിട്ട് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഔട്ട് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ആണ്. അടുത്ത നിങ്ങളുടെ ഡാറ്റ ഷീറ്റ് ഓഫ് കീം 2026. അത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ഷീറ്റ് എന്നുള്ള മെനു ബാർ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ ഷീറ്റ് ആ ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ടൈമിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അഡ്മിറ്റ് കാർഡ് ഓഫ് നീറ്റ് UG 2026. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡ് ഓഫ് നീറ്റ് UG എന്ന് പറയുന്നത് അത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുള്ളവർക്കേ വേണ്ടൂ. അതുപോലെ തന്നെ അടുത്തത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ, അതായത് നിങ്ങൾക്ക് കീം 2026 വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയാണ് വേണ്ടത്. അടുത്തത് എനി അതർ ഡോക്യുമെൻറ്റ് റിക്വയർഡ് ഇൻ ദ അലോട്ട്മെൻറ്റ് മെമ്മോ ഓർ നോട്ടിഫിക്കേഷൻ, ഒറിജിനൽ ഓഫ് ഓൾ ഡോക്യുമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡഡ് വിത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതായത് നിങ്ങൾ അപേക്ഷയിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ റിസർവേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെയൊക്കെ കോപ്പി അല്ല ഒറിജിനൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഈസ് സ്പെഷ്യൽ, അതായത് നോട്ട് കൊടുത്തിട്ടുണ്ട്, ഫീ ബാലൻസ് ഓർ ഫീ ഓഫ് ദ കോഴ്സ് ഷുഡ് ബി പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ടു ദ കോളേജ് ഇറ്റ് സെൽഫ്. അതായത് നിങ്ങൾ എത്രയെങ്കിലും ബാലൻസ് ആയിട്ട് ഫീസ് അടക്കാനുണ്ടെങ്കിൽ അത് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ കാൻഡിഡേറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻസ്ട്രക്റ്റഡ് നോട്ട് ടു ഷെയർ ഹെർ പാസ്വേഡ് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺ. അതായത് നിങ്ങളുടെ പാസ്വേഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ആ ഒരു അഡ്മിഷൻ നേടുന്ന കോളേജിന് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ വേണ്ടതുപോലെ തന്നെ നിങ്ങളുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇത് Aയും Bയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിറ്റ്നസ് സബ്മിഷൻ ഫോർ DC ഓണേഴ്സ് ഫോറസ്ട്രി കോഴ്സിൻ്റേതാണ്. അപ്പോൾ അത് ഫോറസ്ട്രി കോഴ്സ് അഡ്മിഷൻ കിട്ടുന്നവരെ അത് ഫിൽ ചെയ്യേണ്ടു. ഇനി മറ്റുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അത് ബിയിലുള്ള ആ ഒരു അനക്സ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തുള്ള ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് എടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫോർ അഡ്മിഷൻ ടു എഞ്ചിനീയറിംഗ് ഓർ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതർ ദാൻ BSc ഹോണേഴ്സ് ഫോറസ്ട്രി, അതായത് BSc ഹോണേഴ്സ് ഫോറസ്ട്രിക്ക് കിട്ടിയവർ അത് ഇത് ഫില്ല് ചെയ്യേണ്ട. അവർക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോം ആയിട്ട് ഇത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് പോവുക. അപ്പോൾ ഇത് പ്രോസ്പെക്ടസിൽ ഏകദേശം 150ാമത്തെ പേജിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പൂരിപ്പിക്കാനുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം നിങ്ങൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഈ ഒരു ഫോം ഫില്ല് ചെയ്താൽ മതി. അതായത് ഇവിടെ ഇത് പ്രിൻ്റ് എടുത്ത് ഡോക്ടറുടെ അടുത്ത് പോകുക. എന്നിട്ട് ഇവിടെ നിന്നും ഇവിടെ ഡോക്ടറുടെ പേര് എഴുതും, ഇവിടെ നിങ്ങളുടെ പേര് എഴുതും. അതായത് ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും അതിൻ്റെ കൂടെ സിഗ്നേച്ചർ, അതായത് അതായത് ആ ഒരു ഡോക്ടറുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഡോക്ടറുടെ പേര്, ഡോക്ടറുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഡോക്ടറുടെ ഡെസിഗ്നേഷൻ, എന്താണ് ജോലി എന്നുള്ളത്, അതുപോലെ തന്നെ ഇവിടെ പ്ലേസ്, ഡേറ്റ് എന്നിവയാണ് ഇതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഫോറസ്ട്രി കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സെയിം രീതി തന്നെയാണ്, പ്രത്യേകിച്ച് ഇതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇത് ജസ്റ്റ് ഫോമാറ്റിൽ അല്പം ചേഞ്ച് ഉണ്ട് എന്നുള്ളൂ. അതായത് ഇതിൽ ഇപ്പോൾ ഹൈറ്റ്, വെയിറ്റ്, അതായത് ഇതിൽ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റും വിഷനും എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ചെസ്റ്റ് നോർമൽ, ചെസ്റ്റ് എക്സ്പാൻഡ്, ചെസ്റ്റ് എക്സ്പാൻഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ വ്യത്യാസമുള്ളൂ ഇതിൽ. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ ഫീസ് അടച്ചുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.